അങ്കമാലി എരുമേലി ശബരി റെയിൽപാത പദ്ധതിക്ക് പച്ചക്കൊടി വീശിയിരിക്കുകയാണ് കേന്ദ്രം. ഇന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലേക്ക് ഒരു റെയിൽപാത വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ശബരിമലയെ ഇന്ത്യൻ റെയിൽ ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി 1997-98 റെയിൽ ബജറ്റിലാണ് ആദ്യമായി പ്രഖ്യാപിച്ചത്. ലോക്സഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ റെയിൽവേ മന്ത്രി രാംവിലാസ് പാസ്വാൻ 550 കോടി രൂപ ചെലവിൽ അങ്കമാലി മുതൽ എരുമേലി വരെ 110 കിലോമീറ്റർ പാത പ്രഖ്യാപിച്ചു. തുടർന്ന് പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കൽ ആരംഭിച്ചു. അങ്കമാലി മുതൽ കാലടി വരെയുള്ള റെയിൽവേ ലൈനിന്റെ 7 കിലോമീറ്റർ ദൂരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി. 70 കിലോമീറ്റർ കൂടി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ചു. എന്നാൽ പദ്ധതി ലാഭകരമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കേന്ദ്രം പിന്നീട് പദ്ധതി മരവിപ്പിച്ചു. 2021 പദ്ധതിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് 3800 കോടി രൂപയായി കേരയിൽ പുതുക്കി നിശ്ചയിച്ചു. 550 കോടി രൂപയ്ക്ക് തീരേണ്ടിയിരുന്ന പദ്ധതിയുടെ ഇന്നത്തെ എസ്റ്റിമേറ്റ് 4000 കോടി രൂപയാണ്. ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയിലേക്ക് മറ്റൊരു പാതയ്ക്കുള്ള നിർദ്ദേശം വന്നുവെങ്കിലും സാമ്പത്തികമായി ലാഭകരം അല്ലാത്തതിനാൽ പദ്ധതി ഉപേക്ഷിച്ചു. 9000 കോടി രൂപയായിരുന്നു ചെങ്ങന്നൂർ പമ്പ പാതയുടെ ചെലവ്. ചെങ്ങന്നൂർ പമ്പ പാതയ്ക്ക് 19 കിലോമീറ്റർ വനഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യവുമുണ്ടായിരുന്നു. ഈ പാതയ്ക്ക് ദൈർഘ്യം കുറവാണെങ്കിലും വടക്കുനിന്നും ഈ വഴി എത്തുന്ന തീർത്ഥാടകർക്ക് ദൂരം കൂടുതലാണ്. എറണാകുളം ജില്ലയിലെ അങ്കമാലിയെ കോട്ടയം ജില്ലയിലെ എരുമേലിയുമായി ബന്ധിപ്പിക്കുന്നതിനാണ് അങ്കമാലി ശബരി റെയിൽപാത. അങ്കമാലി ജംഗ്ഷൻ കാലടി, പെരുമ്പാവൂർ, ഓടക്കാലി, കോതമംഗലം, മൂവാറ്റുപുഴ, വാഴക്കുളം, തൊടുപുഴ, കരിങ്കുന്നം, രാമപുരം, ഭരണങ്ങാനം, ചെമ്മലമറ്റം, കാഞ്ഞിരപ്പള്ളി റോഡ്, എരുമേലി എന്നീ 14 സ്റ്റേഷനുകളോടെയാണ് റെയിൽ ലൈൻ കടന്നുപോകുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള ബന്ധം മെച്ചപ്പെടുത്തുക, പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ഭക്തർക്ക് യാത്രാ സൗകര്യം ഒരുക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. ഈ പുതിയ റെയിൽ കണക്ടിവിറ്റി കേരളത്തിലെ വിവിധ മേഖലകളിൽ വികസനം വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളുടെ സാമ്പത്തിക വളർച്ചയ്ക്കും പദ്ധതി ഉത്തേജനം നൽകും. ഇടുക്കി ജില്ലയെ റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ പാത എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇടുക്കിയുടെ ടൂറിസത്തിനും വിനോദസഞ്ചാര മേഖലയിലേക്കുള്ള യാത്രയ്ക്കും ഈ പദ്ധതി ഗുണകരമാകും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.